പ്രവേശകരെ പറഞ്ഞു തുടങ്ങും. ഇന്റലിജൻസിന്റെ ഗുണങ്ങളും മറ്റൊക്കെ പറഞ്ഞു എന്നാണ് കവിഞ്ഞ് അത് ഒരു ഒന്നും പറയാൻ എനിക്ക് മനസ്സിലാകുന്നു. ഒരു യൂണിവേഴ്സൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഹോമൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു യൂണിവേഴ്സൽ അവയർനെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ 8ഓളം ലോസ് ഉണ്ടല്ലോ. അപ്പൊ അതിലൊരു ലോ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ തോന്നും. ഓക്കെ, ദെൻ ഓമന മാം എന്നൊക്കെ പറയൂ. കേൾക്കാമോ? പറയുന്നുണ്ട്. പറഞ്ഞോ. ഇൻഫിനിറ്റ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ സാറത് ഇങ്ങനെ സാറിപ്പോ ഓരോ പുതിയത് കണ്ടുപിടിച്ചോണ്ട് വരുന്നത് നല്ല ഇതാണ്. ഇൻഫിനിറ്റ് ഇന്റലിജൻസ് അല്ലെ ഇൻഫിനിറ്റി പറയുമ്പോൾ നമ്മുടെ ആ യൂണിവേഴ്സൽ ഇന്റലിജൻസിനെ പറ്റി ശരിക്കും ഒരു ക്ലാസ് വന്നപ്പം നമുക്ക് കുറച്ചും കൂടി ടേക്ക് അവേസ് കിട്ടി. നമ്മളെപ്പോഴും ഇങ്ങനെ അടുക്കും ചിട്ടയില്ലാതെ ആലോചിക്കുന്ന കാര്യങ്ങൾ സാറ് അടുക്കിലും ചിട്ടയിലും റെഡിയാക്കി കൊണ്ടുവന്നു. ഇൻഫിനിറ്റി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, യൂണിവേഴ്സൽ ഇന്റലിജൻസ് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് സാറ് ഒരു കറക്റ്റ് വേർഡിങ്സിൽ PPT ഒക്കെ ആയിട്ട് നന്നായിട്ട് പറഞ്ഞപ്പം നല്ലൊരു ക്ലാസ്സായി. സാറ് ഇനി പിടിച്ചാൽ കിട്ടിയാലും തോന്നുന്നു. സാറിങ്ങനെ ഓരോന്ന് പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ സാബു സാറിൻ്റെ കൂടെ കൂടി ഈ സൈക്കോളജിയും പിന്നെ സ്പിരിച്വാലിറ്റിയും സാറ് സാധാരണ വെള്ളത്തെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പം കൂടുതൽ ഉന്നതങ്ങളിലേക്ക് സാറ് വ്യാപരിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ നമുക്കും നന്നായി, നമുക്കും നല്ല ടേക്ക് അവേസ് കിട്ടുന്നുണ്ട്. താങ്ക് യു സർ. അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം മനോജ് സാറിനുണ്ട്. അതാണ് പ്രത്യേകത. അത് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഞാനില്ലേ സാറേ ക്ലാസ് കേട്ടില്ല, വിഷമിച്ചില്ല ഓടി വന്നതാ. അപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞേക്കണം. പക്ഷെ ഇനിയിപ്പോ എന്താ പറയാ, ഇൻഫിനിറ്റ് ഇന്റലിജൻസ് കുറച്ചൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ബിലീഫ് സിസ്റ്റവും ആചാരങ്ങളും അതിന്റെ പിന്നിലുള്ള കുറെ സത്യങ്ങളുണ്ട്, അന്ധവിശ്വാസം ഒഴിച്ചു കഴിഞ്ഞാല് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് എൻ്റെ മനസ്സിൽ. അതായത് അതൊരു എൻഡ്ലെസ് ആണ്, അതിന് പാസ്റ്റില്ല ഫ്യൂച്ചറില്ല, എല്ലാം കണക്റ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കേൾക്കാൻ പറ്റില്ല, ഞാൻ ഇന്ന് കേട്ടോളൂ. അതുപോലെ ഒരു സുപ്രീം ബീയിങ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ അതിനെ വായിച്ചിട്ടുള്ളത്. അത് കോസ്മിക് എനർജി ആയിട്ട് കണക്റ്റഡ് ആണ്. തിയോളജി ഒക്കെ പഠിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ഈ നല്ല ബന്ധം ഉണ്ടാവും. അത് നമ്മള് കോസ്മിക് എനർജിനെ കുറിച്ചും അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ വിഷ്വലൈസേഷൻ സാറ് പറയണ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അതുപോലെ ഇന്നോവേറ്റീവ് തിങ്കിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എപ്പോഴും ഈ ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം നമുക്കത് യൂണിവേഴ്സായിട്ട് മെഡിറ്റേഷനിൽ കൂടെ ഒരു ലിങ്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ ആഴത്തിൽ പോയിട്ട് നമ്മൾ കടലിൻ്റെ സൗന്ദര്യം കാണപ്പോഴും പുറത്താണ്, തിരമാലകള്, ഒരു ആസ്വാദനം, വിഷ്വൽ ഏരിയ. പക്ഷെ കടലിൽ പോയി കഴിഞ്ഞാൽ മുക്കുവന് മീൻ കിട്ടും, മുങ്ങി താഴ്ന്നവന് കടലിന്റെ സൗന്ദര്യം കാണാം. അതിന്റെ അടി താഴ്ന്നു പോണവർക്ക് വില പിടിച്ച രത്നങ്ങളും മുത്തുകളൊക്കെ കിട്ടുന്നു പറഞ്ഞ പോലെ കോൺഷ്യസും കഴിഞ്ഞ അൺകോൺഷ്യസിന്റെ തലങ്ങളിലേക്ക് കണക്റ്റഡ് ആയി എത്തണവനക്ക് ആ ഡിവൈനിറ്റി ടച്ച് ചെയ്ത് ആവശ്യമുള്ളതൊക്കെ കിട്ടി അവന് സംതൃപ്തമായൊരു ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബുദ്ധിയിൽ എനിക്ക് പണ്ട് കുറച്ച് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് സാറത് എത്ര ഉണ്ടെന്നുള്ളത് ഈ കറക്റ്റ് ചെയ്ത് തരണം. അപ്പൊ എനിക്ക് ഈ കടലിന്റെ അഗാധ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് എത്രയോ വില മതിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് കിട്ടുക. എല്ലാം കടലിലുണ്ട്. അപ്പൊ ആവശ്യക്കാരന്റെ ഉചിതം പോലെയാണ്. അപ്പൊ ഒരുപാട് റിസ്ക് എടുത്ത് ചെന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്ത് പോകുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെല്ലുമ്പോൾ ആ യൂണിവേഴ്സൽ ലോ അവിടെ ഇൻഫിനിറ്റ് എനർജി വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ലിങ്ക് ചെയ്തൊരു ബുദ്ധി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.
അത് തന്നെയാണ് നമ്മളുടെ സ്പിരിച്വൽ പവറും നമ്മുടെ പവറും അത് തമ്മിലുള്ള ആ താതാത്മ്യം അത് എത്ര പവർഫുൾ ആണ്, എത്രമാത്രം നമ്മളിലുണ്ട്. ഇപ്പൊ കടലിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളിലും ഉണ്ട് ആ പവർ. ആ പവർ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഇതിൻ്റെ അകത്ത് വരാം. അങ്ങനെ പറയും ഘടാകാശവും മേലാകാശവും കുടത്തിനകത്തുള്ള ആകാശവും വലിയ ആകാശവും അഖണ്ഡ ബോധം എന്നൊക്കെ പറയുന്നത് എല്ലാം ഇന്റലിജൻസിന്റെ പാർട്ടാണ്. സുധാകരൻ ഡോക്ടർ എന്തെങ്കിലും ഒന്ന് പറയാമോ? ജോർജ് സാർ ഹലോ ഹലോ പറയൂ പറയൂ. കേൾക്കുന്നുണ്ടോ സർ? കേൾക്കാം. ഞാൻ ഈ ബാംഗ്ലൂർ സിറ്റിയിലെ ഹെവി ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സംസാരിക്കുകയാണ്. ഇതൊരു അത്ഭുതകരമായ ക്ലാസ് ആയിരുന്നു ഇന്ന് കേട്ടതേ. ഈ ക്വാണ്ടം ഫിസിക്സ് പോലെയുള്ള ഭയങ്കര ഗംഭീര സാധനങ്ങളെയൊക്കെ നമ്മൾ ഈ കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ ആയിരുന്നു ഈ ക്ലാസ് കേട്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പിന്നെ ഇലോൺ മസ്കിന്റെ ന്യൂറൽ ഇംപ്ലാന്റും നമ്മുടെ ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ചിപ്പുകളും ഒക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ ഈ ഇന്റർ കണക്ടിവിറ്റി ബിറ്റ്വീൻ ദ ഹ്യൂമൻ ബീയിങ്സ്, യൂണിവേഴ്സ്, എർത്ത് ഒക്കെ കൂടെ ചേർത്ത് ഭയങ്കര ഒരു ക്ലാസ്, അണ്ടകടാഹം ക്ലാസ്. സാറ് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു 5% ഒക്കെ എനിക്ക് മനസ്സിലായുള്ളൂ. അത് വളരെ വിശാലമായ ഈ നമ്മൾ വേൾഡ് വൈഡ് വെബ് വന്നപ്പോൾ തന്നെ അന്തം വിട്ടുപോയി. ഈ ലോകത്തെ കമ്പ്യൂട്ടറുകളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വെബ് വന്നപ്പോൾ തന്നെ. ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇത് ഇനിയിപ്പോൾ മിക്കവാറും മനുഷ്യൻ മരിക്കില്ല കുറെ കൂടെ കഴിഞ്ഞാൽ. കാരണം സ്റ്റഡിയുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇനിയിപ്പം അതും കഴിഞ്ഞതിന് ശേഷം ജീൻ എഡിറ്റിങ്ങും എൻസൈം എഡിറ്റിങ്ങും ഒക്കെ വന്നിട്ട് ഏജിങ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ മനുഷ്യൻ മരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ പോസ്റ്റിൽ സാർ ഒരു സെക്കൻഡ് ഒന്ന് ഞാൻ ഒരു വലിയ ക്രൈസിസ് ആണ്, പ്രതിസന്ധിയാണ്. അതെ ഞാൻ അതിനേക്കാൾ വലിയ ക്രൈസിസാണ് ഇപ്പോൾ കിടക്കുന്നത്. ഡ്രൈവിങ് ബാംഗ്ലൂർ സിറ്റിയിൽ കൂടെ ഉള്ളൊരു ഡ്രൈവിങ്, ഈ ബൈക്കുകാരൊന്നും യാതൊരു മര്യാദയില്ലാതെ ഇനിയിപ്പോൾ ഈ നമ്മുടെ സാറ്റലൈറ്റ് വഴി കൺട്രോൾ ചെയ്തിട്ടുള്ളേ ഡ്രൈവർ ഇല്ലാത്ത കാറുകളൊക്കെ വന്നാൽ ഒരിക്കലും ഈ ഇന്ത്യയിലെ റോഡിൽ പറ്റില്ല. കാരണം ആരും നിയമം പാലിക്കാത്ത ഒരു സ്ഥലത്ത് അത് പറ്റാത്തതുപോലെ. പക്ഷേ ഈ വലിയ ഒരു ബന്ധങ്ങൾ എല്ലാം അണുക്കൾ മുതൽ മനുഷ്യൻ മുതൽ സകലതും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കാനിടയായി. എന്തായാലും അതിഗംഭീരമായൊരു ഇത് ഞാൻ ആ ബുക്ക് എന്തായാലും ഒന്ന് വരുത്തിയിട്ടൊന്ന് വായിക്കാൻ തീരുമാനിച്ചു. അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിശ്ചയമില്ല. അത്രയും ഗംഭീരമായൊരു വിഷയത്തെപ്പറ്റി പണ്ട്, അതായത് ഒരു അരനൂറ്റാണ്ട് മുമ്പേ മരിച്ചുപോയ ഒരാൾ എഴുതിയ പുസ്തകമല്ലേ. അപ്പോൾ അന്നേ ഇതെല്ലാം വിഷ്വലൈസ് ചെയ്തത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അപരിമേയമായ ഇൻ്റലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാം, ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിനെ. അപ്പോൾ അത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള ഈ ബാലാരിഷ്ടത മാറാത്തവരൊക്കെ ഇത് കേട്ട് അന്തം വിട്ടിരുന്നു പോയിട്ടുണ്ട്. സാറിത് എങ്ങനെ ഈ വിഷയം തപ്പിപ്പിടിച്ച് എടുത്ത് ഇങ്ങനെ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചു. എന്തായാലും നന്നായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റിയല്ലോ. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഈ ട്രാഫിക്കിൽ ഡ്രൈവിംഗ് ആയതുകൊണ്ട്. അപ്പം നാളെ പറയൂ സാർ. നെപ്പോളിയൻ ഹില്ല് ഈ സബ്ജക്ട് ഉപയോഗിച്ചിട്ടുണ്ട് സാർ. ശരി. കാരണം എനിക്കിത് കുറച്ചുകൂടെ മനസ്സിലായി. മക്കളും ഇപ്പം എൻ്റെ കാറിൽ അടുത്തിരിക്കുന്ന മോളും അതേപോലെ മോനും ഒക്കെ ഈ ഓരോ വിരലിൽ ഓരോ കമ്പ്യൂട്ടർ കോർത്തിട്ടിട്ട് വർക്ക് ചെയ്യുന്നവരാ. നമ്മൾ ഈ വളരെ സമയമെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും ഒക്കെ പല കമ്പ്യൂട്ടറുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ടെക്കികളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ അത്ഭുതകരമായ കഴിവ് കൊണ്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്, നിമിഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷെ ഇനി അതിനെയൊക്കെ കവച്ച് സംവിധാനങ്ങളും സംഭവങ്ങളും ഒക്കെ വരികയാണല്ലോ. ഇലോൺ മസ്ക് ഈ നമ്മുടെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത ചിപ്പുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ തിങ്കിങ്ങിന് അതേപോലെ ന്യൂറൽ ഇമ്പൾസുകളെയും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള വലിയ പരിപാടികളായിട്ട് വരികയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ
അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ബൈക്ക് 4 ദിവസങ്ങൾ എന്റെ മോൻ ഇലോൺ മസ്കിന്റെ കൂടെ കയറി അപ്പൊ എന്റെ മറ്റേതാ ഷോപ്പിംഗ് നടത്തുന്നില്ലേ, ഈ പറന്നു വരുന്ന ഷോപ്പിംഗ് ദുബായിലുണ്ട് ഒരു വണ്ടി. വലിയ വ്യത്യാസം വരാൻ പോവാണ് ഈ സയൻസും ഇതുമായിട്ട്. പക്ഷെ സ്പിരിച്വാലിറ്റി ഇതിന്റെ കൂടെ കയറ്റിയത് ഒരു കണക്കിൽ ഗംഭീരമായി. അത് നന്നായി. അപ്പൊ എന്തായാലും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. താങ്ക് യു. ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതില്ലാതെ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എന്റെ ഒരു പ്രത്യേകത. ജോർജ് സാറേ പറയും. താങ്ക്സ്. അനന്തമജ്ഞാതം അവർണ്ണനീയം എന്നതുപോലെ സാറ് ദുബായിൽ നിന്ന്, സുധോനൻ സാറ് ബാംഗ്ലൂരിൽ നിന്ന്, ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന്. എന്തായാലും ഇന്നത്തെ വിഷയം അതിഗംഭീരം. ഇൻഫിനിറ്റ് ഇന്റലിജൻസ് വാസ്തവത്തിൽ എത്ര സങ്കീർണമായ ഒരു വിഷയമാണല്ലേ. ഈ വേദിയിലൊക്കെ ഇതൊക്കെ പ്രയോഗിക്കാൻ പിന്നെ കേട്ടിരിക്കാം. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാനുള്ള ഒരു അവസരം ഒരു നിമിത്തമായി. നമ്മളുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്ത് ഉള്ള കാര്യങ്ങളാണ്. അങ്ങ് ഗാലക്സി കഴിഞ്ഞ് അതിനപ്പുറത്തേക്കും പോയല്ലോ. എന്തായാലും മനോജ് സാർ ഒത്തിരി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, പറയാതെ വയ്യ. സന്തോഷം സാറേ, ഇതൊക്കെ കാണാനും കേൾക്കാനും അവസരം കിട്ടിയതിൽ. സംസാരം എന്ന് തിരിച്ചെത്തുമോ? നാളെ പോരും സാർ, നാളെ പോരും. ഓക്കെ. വന്നിട്ട് വേണം ഇനി ഒരു ഗൾഫ് നേരിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഓക്കെ, നാളെ നമുക്ക് കഥ കേൾക്കാം. സ്നേഹലത കഥയായിരിക്കും. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.